മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന വേദിയിലെത്തിയ കർണനെ കൃപാചാര്യർ കുലമഹിമയെപ്പറ്റി പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അപമാനിതനായി പോയ കർണനെ ദുര്യോധനൻ സ്നേഹവാത്സല്യങ്ങളോടെ ചേർത്ത് പിടിച്ചു. ബ്രാഹ്മണ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ ആ വേദിയിൽ വെച്ച് കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്തു. കർണന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു. കർണനെ ചേർത്ത് പിടിച്ച് ദുര്യോധനൻ രംഗഭൂമി വിട്ട് പോയി. തുടർന്ന് കേൾക്കുക. എല്ലാവരും മത്സരരംഗം വിട്ടുപോയി. വേദിയിൽ ഒരാൾ മാത്രം നടന്നു പോകുന്ന കർണനെ കണ്ട് സന്തോഷത്താൽ നിറകണ്ണുകളുമായി നിന്നു. മറ്റാരുമല്ല, അത് കുന്തിയായിരുന്നു. തൻ്റെ കാനീനനായ ഓമനപുത്രൻ അംഗരാജാവായതിൽ അഭിമാനം തോന്നിയ നിമിഷം. പക്ഷേ അവരുടെ ഉള്ളം പിടഞ്ഞത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല. തൻ്റെ 4ാമത്തെ പുത്രനായ അർജുനൻ കർണനുമായുള്ള ശത്രുത വർദ്ധിക്കുന്നതിൻ്റെ രംഗഭൂമി കൂടി ആയിരുന്നുവല്ലോ മത്സരരംഗം. പാണ്ഡവരോട് കർണനെ ചേർത്തു പിടിക്കാൻ അവരുടെ മനസ്സ് വെമ്പി. പക്ഷേ അങ്ങനെയാവണമെങ്കിൽ കർണനാണ് തൻ്റെ 1ാമത്തെ പുത്രനെന്ന് അവർ വിളിച്ചു പറയണം. അത് പേരുദോഷമുണ്ടാക്കും, ദുഷിച്ചവളെന്ന് മുദ്രകുത്തും. അതിനാൽ അവർ നിശബ്ദം തേങ്ങിക്കരഞ്ഞുകൊണ്ട് രംഗഭൂമിയിൽ നിന്നും ധാത്രിമാരോടൊപ്പം നടന്നകന്ന് തേരിൽ കയറി ഹസ്തിനാപുരിയിലേക്ക് പോയി. കർണനെ കിട്ടിയതിൽ ദുര്യോധനൻ അതിയായി സന്തോഷിച്ചു. ദുര്യോധനന് ഭയം അർജുനനെയായിരുന്നു. കർണൻ അർജുനന് പകരക്കാരനാണെന്ന് ദുര്യോധനൻ മനസ്സിലുറച്ചു. അതോടെ പാണ്ഡവരോടുള്ള ഭയം ദുര്യോധനിൽ നിന്ന് വിട്ടകന്നു. കർണൻ ദുര്യോധനന്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറുകയായിരുന്നു. തരം കിട്ടിയാൽ അർജുനനെ വകവരുത്താൻ തനിക്ക് കഴിയുമെന്ന കർണന്റെ ദൃഢവിശ്വാസമാർന്ന വാക്കുകൾ ദുര്യോധനിൽ അഭിമാനം വർദ്ധിപ്പിച്ചു. എന്നാൽ പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. കർണന് തുല്യനായി വില്ലെടുത്തവരിൽ ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ലെന്നായിരുന്നു യുധിഷ്ഠിരന്റെ ചിന്ത. യുധിഷ്ഠിരന് കർണനിൽ ഭയം ഉണ്ടായി. നാളുകൾ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ദ്രോണരുടെ മനസ്സിൽ ഉറഞ്ഞുകിടന്ന പ്രതികാര ചിന്ത പുറത്തുവന്നു. പാഞ്ചാല രാജാവായ ദ്രുപദനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ജീവിത ലക്ഷ്യം. അയാൾ അത്രയ്ക്ക് ദ്രോണനെ പരിഹസിച്ച് പറഞ്ഞയച്ചിരുന്നു. കൗരവ കുമാരന്മാരെല്ലാം ആയുധാഭ്യാസികളായപ്പോൾ ഗുരുദക്ഷിണയ്ക്കുള്ള സമയമായെന്ന് ദ്രോണൻ ചിന്തിച്ചു. തൻ്റെ മനസ്സിലുള്ള പദ്ധതി നടപ്പാക്കാൻ അദ്ദേഹം പാണ്ഡവ കുമാരന്മാരെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ മനോഗതം ദ്രോണൻ ഭീഷ്മരെയും രാജാവായ ധൃതരാഷ്ട്രനെയും അറിയിച്ച് അനുവാദം വാങ്ങി. ഒരു ദിവസം ദ്രോണൻ തൻ്റെ ശിഷ്യന്മാരെയെല്ലാം അരികിൽ വിളിച്ചു പറഞ്ഞു: ഹേ ശിഷ്യരെ, ഗുരുദക്ഷിണ നൽകേണ്ട കാലമായിരിക്കുന്നു. നിങ്ങളുടെ പഠിപ്പൊക്കെ പൂർത്തിയായി. ഇനി നിങ്ങൾ അത് നിർവഹിക്കണം. പാഞ്ചാല രാജാവായ ദ്രുപദനെ യുദ്ധത്തിൽ ജയിച്ച് പിടിച്ചുകെട്ടി എൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അതാണ് എനിക്ക് വേണ്ട ഗുരുദക്ഷിണ. അപ്രകാരം ചെയ്യാമെന്ന് ശിഷ്യന്മാർ ഒന്നിച്ചു പറഞ്ഞു. സൈനിക സന്നാഹങ്ങൾ കൂട്ടി പാണ്ഡവ കൗരവ കുമാരന്മാർ ഗുരുവായ ദ്രോണനുമൊന്നിച്ച് പാഞ്ചാല ദേശത്തേക്ക് യാത്രയാരംഭിച്ചു. പാഞ്ചാല നഗരിക്ക് പുറത്ത് സേന തമ്പടിച്ചു. ഗുരുവിന്റെ ആശീർവാദം വാങ്ങി പാഞ്ചാലനോട് പൊരുതാൻ ആദ്യം പോയത്
ദുര്യോധനൻ, കർണൻ, യുയുത്സു, ദുശാസനൻ, വികർണൻ, ജലസന്ധൻ, സുലോചനൻ എന്നിവരാണ്. ഞാൻ മുൻപേ എന്ന മട്ടിലാണ് അവർ ആയുധങ്ങളുമേന്തി പുറപ്പെട്ടത്. ദ്രോണന്റെ അടുക്കൽ നിന്ന അർജുനൻ പറഞ്ഞു, ആചാര്യ, ഇവരുടെ വീരപരാക്രമങ്ങളൊക്കെ കാണട്ടെ. അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാം. പാഞ്ചാലനെ പോരിൽ പിടിക്കാൻ ഇവർക്കു കഴിയില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അർജുനനും സഹോദരങ്ങളും പാഞ്ചാല പട്ടണത്തിന്റെ അരവിളിപ്പാടകലെ മാറി നിന്നു. തന്റെ കൊട്ടാരത്തിനു നേർക്ക് പാഞ്ഞുവരുന്ന കൗരവപ്പടയെ കണ്ട് ദ്രുപദൻ പെട്ടെന്ന് തന്നെ സഹോദരങ്ങളോട് ചേർന്ന് കൗരവരെ നേരിടാൻ ആയുധസന്നാഹങ്ങളുമായി നിരന്നു നിന്നു. എല്ലാവരും ആർത്തു വിളിച്ചപ്പോൾ പാഞ്ചാലൻ ശരവർഷം ചൊരിഞ്ഞു. വെളുത്ത തേരിൽ നിൽക്കുന്ന ദ്രുപദ രാജാവ് കൗരവന്മാരുടെ നേരെ ശക്തമായ ശരവർഷം ചൊരിഞ്ഞു. തികഞ്ഞ ഗർവോടെ കൗരവന്മാർ തിരിച്ചും ശരവർഷം തൂകി. ക്രുദ്ധനായ പാഞ്ചാലൻ കടുത്ത ആയുധപ്രയോഗങ്ങൾ കൗരവർക്കു നേരെ വിട്ടു. പലയിടത്തായി ദ്രുപദൻ പ്രത്യക്ഷപ്പെടുന്നതായി കുമാരന്മാർക്ക് തോന്നി. എങ്ങും ശംഖനാദവും പെരുമ്പറയും മുഴങ്ങിക്കേട്ടു. വീരന്മാരായ പാഞ്ചാല രാജാക്കന്മാരുടെ സിംഹനാദം എങ്ങും മുഴങ്ങി. പാഞ്ചാലന്മാരുടെ വില്ലിന്റെയും ഞാണിന്റെയും കൈത്തലത്തിന്റെയും ഘോഷങ്ങൾ ആകാശത്തു മുഴങ്ങി. ദുര്യോധനൻ, വികർണൻ, സുബാഹു, ദീർഘലോചനൻ, ദുശാസനൻ എന്നിവർ ചൊടിച്ചുകൊണ്ട് ശരങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. തന്റെ ശരീരത്ത് അമ്പ് കൊണ്ട് മുറിഞ്ഞപ്പോൾ പാഞ്ചാലൻ കോപം മുഴുത്ത് കൗരവ സൈന്യങ്ങളെ കഠിനമായി മർദ്ദിച്ചു. കുരുക്കളെ അമ്പ് കൊണ്ട് മൂടി. നാട്ടുകാർക്കൊക്കെ കൗരവരുടെ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നി. അവരൊക്കെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കൗരവരെ അടിച്ചോടിക്കുവാൻ തുടങ്ങി. നഗരത്തിലെ ആബാലവൃദ്ധം പൗരന്മാരും കൗരവരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. പ്രബലനായ പാഞ്ചാലനോട് പിടിച്ചു നിൽക്കുവാൻ ദുര്യോധനനോ കർണനോ ദുശാസനനോ കഴിഞ്ഞില്ല. തോറ്റ് തുന്നം പാടി അവർ പാണ്ഡവർ നിൽക്കുന്നിടത്തേക്ക് ഓടി വന്നു. പരാജയപ്പെട്ട കൗരവരെ കണ്ട് അർജുനനും സഹോദരങ്ങളും യുദ്ധത്തിന് തയ്യാറായി തേരിൽ കയറി. അർജുനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങു വരണ്ട, ഇവിടെ നിന്നാൽ മതി. പാഞ്ചാലനെ പിടിച്ചുകെട്ടാൻ ഞങ്ങൾ മതി. ദുര്യോധനൻ യുധിഷ്ഠിരനെ അവിടെ നിർത്തിയിട്ട് അർജുനൻ നകുല സഹദേവന്മാരെ ചക്രരക്ഷയ്ക്കായി നിർത്തി. സേനാ തലയ്ക്കൽ ഭീമസേനനെ നിർത്തി. ശത്രു സൈന്യത്തെ നേരിടാൻ അവർ പാണ്ഡവപ്പടയെ മുന്നോട്ട് നയിച്ചു. അട്ടഹാസം മുഴക്കി അർജുനനും കൂട്ടരും പാഞ്ചാല സേനാമുഖത്തിന് അഭിമുഖമായി വന്നു. കൗരവന്മാരെ തോൽപ്പിച്ചോടിച്ച വിജയലഹരിയിൽ നിൽക്കുന്ന പാഞ്ചാല സൈന്യത്തിന്റെ നേർക്ക് ഭീമൻ ഗദയുമായി പാഞ്ഞെടുത്തു. അന്തകനെ പോലെ ഭീമൻ ആനപ്പടയെ തച്ചു തകർത്തുകൊണ്ടിരുന്നു. ഭീമന്റെ പ്രഹരമേറ്റ് ആനകൾ ചതഞ്ഞു വീണു. ഇടയന്മാർ വടികൊണ്ട് പശുക്കളെ ഓടിക്കുന്നത് പോലെയാണ് ഭീമൻ ഗദ കൊണ്ട് ശത്രു പടയാളികളെ ഓടിച്ചുകൊണ്ടിരുന്നത്. അർജുനൻ വില്ലിന്റെ ഞാൺ വലിച്ച് ശരങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. പ്രളയാഗ്നി പോലെ അർജുനൻ ജ്വലിച്ചു നിന്നു. പാഞ്ചാല രാജാക്കന്മാർ ഉടനെ പാർത്ഥനെ വളഞ്ഞ് ശരങ്ങൾ എയ്യുവാൻ തുടങ്ങി. ആ യുദ്ധം അത്യന്തം കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. അർജുനൻ പാഞ്ചാലന്മാർ മോഹിച്ച് വീഴും വിധം ശരങ്ങൾ ചൊരിഞ്ഞു. അർജുനൻ അമ്പ് തൊടുക്കുന്നതും എയ്യുന്നതും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു. ഇരു കൈകളിലും മാറി മാറി വില്ല് പിടിച്ചു. പാഞ്ചാലൻ അമാത്യനായ സത്യജിത്തിനൊപ്പം അർജുനു നേരെ ശരങ്ങൾ എയ്തു. അർജുനൻ
പാഞ്ചാലനെ പിടിക്കുവാൻ ആഞ്ഞപ്പോൾ സത്യജിത്ത് രക്ഷകനായെത്തി. ധീരമായി പോരാടിയ സത്യജിത്തിനെ അർജുനൻ നിരായുധനാക്കി. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ തേരിൽ ചാടിക്കയറിയ അർജുനൻ ദ്രുപദനെ പിടിച്ചുകെട്ടി. പാഞ്ചാല സൈന്യം പേടിച്ചോടി. സർവ വീരന്മാരുടെയും ബാഹുബലം നഷ്ടപ്പെടും വിധം അർജുനൻ അട്ടഹസിച്ചു. അർജുനൻ ദ്രുപദനെ പിടിച്ചുകെട്ടിയപ്പോൾ മറ്റു കുമാരന്മാർ പട്ടണം തകർത്തു തുടങ്ങി. ഭീമന്റെ പരാക്രമം കണ്ട് അർജുനൻ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠ, കുരുക്കൾക്ക് ബന്ധുവാണ് ദ്രുപദ രാജാവ്. കുരുക്കളും പാഞ്ചാലരും പണ്ടേ തന്നെ ബന്ധുക്കളാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഇനി നാം കൊല്ലരുത്. ദ്രുപദനെ കൊണ്ടുപോയി ഗുരുദക്ഷിണ നൽകുക. അർജുനന്റെ വാക്കുകൾ കേട്ട ഭീമൻ യുദ്ധം മതിവരാതെ അടങ്ങി പിന്മാറി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട രാജാവ് ദ്രുപദനെയും മന്ത്രി സത്യജിത്തിനെയും കൊണ്ടുപോയി ദ്രോണന്റെ മുൻപിൽ നിർത്തി. ഗർവുകെട്ട് ധനം നഷ്ടപ്പെട്ട് തന്റെ പാട്ടിൽ നിൽക്കുന്ന ദ്രുപദനെ നോക്കി ദ്രോണൻ പ്രതികാരം തീർത്തെന്ന ഭാവത്തിൽ പരിഹാസത്തോടെ പറഞ്ഞു, ഹേ ദ്രുപദ, ഞാൻ അങ്ങയുടെ നാടും നഗരവും എന്റെ പാട്ടിലാക്കി. അങ്ങയുടെ ജീവനും ഇപ്പോൾ ശത്രുവിന്റെ അധീനത്തിലാണ്. മുമ്പ് പറഞ്ഞതൊക്കെ എങ്ങനെയിരിക്കുന്നു? നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നില്ലേ? ഇപ്പോൾ അത് ഓർമ്മയുണ്ടോ? എന്നു പറഞ്ഞ് ദ്രോണൻ പരിഹാസമായി ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും പറഞ്ഞു, ഹേ വീര, പ്രാണഭയം വേണ്ട. വിപ്രനായ ഞാൻ ക്ഷമയുള്ളവനാണ്. ചെറുപ്പകാലത്തെ ഗുരുസ്മരണ ഇന്നും എന്നിലുണ്ട്. അന്നത്തെ സ്നേഹം ഇന്നും വർദ്ധിച്ചു തന്നെ നിൽക്കുന്നു. നിന്നോട് പ്രീതിയുമുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് ഒരു വരം തരാം. ഇപ്പോൾ രാജാവല്ലാത്ത അങ്ങ് രാജാവായ എന്റെ സഖിയാവുന്നതിൽ എനിക്ക് വിരോധമില്ല. അരാജാവ് രാജാവിന് ഇഷ്ടനാവുകയില്ല പോലും. ഇഷ്ടനാകുമോ എന്നറിയാനാണ് ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചത്. ഭാഗീരഥയ്ക്ക് തെക്കുഭാഗത്ത് കിടക്കുന്ന പകുതി രാജ്യം ഭവാൻ ഭരിച്ചുകൊള്ളുക. വടക്കുഭാഗത്തിന് നാഥൻ ഞാനും. നിനക്കു സമ്മതമാണെങ്കിൽ ഞാൻ എന്നും ഭവാന്റെ തോഴനായിരിക്കും. ദ്രുപദൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, വിക്രമശാലികളായ പുരുഷന്മാർക്ക് ഇത് ഒരു ആശ്ചര്യ കാര്യമല്ല. ഭവാനിൽ പ്രിയത്തോടുകൂടി ഞാൻ ഭവാന്റെ പ്രിയത്തിന് ആഗ്രഹിക്കുന്നു. ദ്രുപദന്റെ വാക്കുകൾ കേട്ട് ദ്രോണർ പാഞ്ചാല രാജാവിന്റെ കെട്ടഴിച്ചു വിട്ടു. ഗംഗാതീരത്തുള്ള മാഗന്ധിയിലെ കാമ്പില്യമെന്ന നഗരം ദ്രുപദന് വിട്ടുകൊടുത്തു. മാത്രമല്ല, ചർമ്മണ്ണൊതി നദീതീരം വരെയുള്ള ദക്ഷിണ പാഞ്ചാലവും ദ്രുപദന് വിട്ടുകൊടുത്തു. അഹിച്ഛദ്രം എന്ന രാജ്യഭാഗം ദ്രോണൻ സ്വന്തമാക്കി. അവമാനിതനായാണ് ദ്രുപദൻ അവിടം നിന്നു പോയത്. എങ്കിലും ക്ഷാത്രവീര്യമുള്ള തനിക്ക് തോൽവി പറ്റില്ലെന്നുള്ള ചിന്തയും മനസ്സിൽ തങ്ങി നിന്നു. തനിക്ക് ബ്രഹ്മബലം ഇല്ലാത്തത് കൊണ്ടാണ് അബ്രാഹ്മണനായ തനിക്ക് തോൽവി ഏൽക്കേണ്ടി വന്നതെന്ന് ദ്രുപദൻ ചിന്തിച്ചു. ദ്രോണനോട് പകരം ചോദിക്കാൻ പ്രാപ്തനായ ഒരു പുത്രൻ തനിക്കുണ്ടായേ മതിയാവൂ എന്ന ചിന്ത ദ്രുപദനിൽ ഉണ്ടായി. ഗുരുദക്ഷിണ സമർപ്പണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രനെ യുവരാജാവായി വാഴിച്ചു. സർവഗുണങ്ങളും ഒത്തുചേർന്നവനായിരുന്നു യുധിഷ്ഠിരൻ. സഹോദരങ്ങൾ യുധിഷ്ഠിരന്റെ ചൊൽപ്പടിക്ക് നിന്നു. അർജുനനോട് തുല്യനായി ഒരു യോദ്ധാവും ഭൂമിയിൽ ഇല്ലെന്ന് ദ്രോണർ വിചാരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദ്രോണർ അർജുനനെ സഭാന്തർഭാഗത്ത് വെച്ച് അടുത്തു വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു,
പാർത്ഥ, ധനുർവേദത്തിൽ അഗസ്ത്യന്റെ ശിഷ്യനാണ് എന്റെ ഗുരു. അഗ്നിവേശൻ എന്ന മുനിയുടെ ശിഷ്യനാണ് ഞാൻ. തുടർച്ചയായി ശിഷ്യപാരമ്പര്യം നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തപസാൽ ഞാൻ നേടിയ അമോഘവും വിദ്യുൽ പ്രഭവുമായ ബ്രഹ്മശിരസെന്ന അസ്ത്രം ഭൂമിയെ ചുട്ട് ചാമ്പലാക്കുന്നതാണ്. അത് ഗുരു തരുമ്പോൾ മനുഷ്യരിലോ ശക്തി കുറഞ്ഞവരിലോ പ്രയോഗിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നീ നേടുവാൻ പോകുന്നു. മറ്റൊരാൾക്കും അത് വാങ്ങാനുള്ള അർഹത ഞാൻ കാണുന്നില്ല. എൻ്റെ ഗുരു കൽപ്പിച്ച നിയമം നീ ഇനി കൈക്കൊള്ളണം. നീ അത് വാങ്ങിച്ച് എനിക്ക് ഗുരുദക്ഷിണ തരണം. അത് ബന്ധുജനങ്ങൾ കാണുക തന്നെ തരണം. അർജുനൻ പറഞ്ഞു, ഭവാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് തരുവാൻ ഞാൻ സന്നദ്ധനാണ്. ഗുരുദക്ഷിണ നൽകാമെന്ന് അർജുനൻ സത്യം ചെയ്തപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഞാൻ നിന്നോട് എതിർത്താൽ നീ എന്നോടും പൊരുതണം. മടിക്കരുത്, സത്യം ചെയ്യണം. ഗുരുവിന്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് അർജുനൻ അങ്ങനെയാകാം എന്ന് പറഞ്ഞു. അതിനുശേഷം സൈന്യങ്ങളോടൊപ്പം അർജുനൻ സാമ്രാജ്യ വിസ്തൃതിക്കായി വടക്കോട്ട് യാത്രയാരംഭിച്ചു. ശത്രുക്കളെ പാട്ടിലാക്കുകയായിരുന്നു ലക്ഷ്യം. വില്ലാളിയായ അർജുനന് തുല്യം ഭൂമിയിൽ മറ്റാരുമില്ലെന്ന മട്ടിലായി. ഗദായുദ്ധം, വാൾപ്പയറ്റ്, രഥയുദ്ധം, ധനുർയുദ്ധം, ഇതിലൊക്കെ അർജുനൻ അജയ്യനായിരുന്നു. നീതിമാനായ സഹദേവൻ ബൃഹസ്പതിയിൽ നിന്നും നീതിശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. നകുലൻ ദ്രോണാചാര്യനിൽ നിന്ന് ചിത്രയുദ്ധം പഠിച്ചു. അങ്ങനെ നകുലനും അതിരഥൻ എന്ന പേര് സമ്പാദിച്ചു. ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ കുലുങ്ങാതെ 3 വർഷം യാഗം ചെയ്ത സൗവീരൻ എന്ന രാജാവ് പോലും അർജുനന്റെ മുന്നിൽ മുട്ടുമടക്കി. പാണ്ഡു രാജാവിന് പണ്ട് കീഴടക്കാൻ കഴിയാതിരുന്ന യവന രാജാവിനെയും അർജുനൻ കീഴടക്കി. ഭീമനോടൊത്ത് അർജുനൻ സകല രാജ്യങ്ങളും കീഴടക്കി. അങ്ങനെ പാണ്ഡവർ അവരുടെ രാജ്യവിസ്തൃതി വലുതാക്കി. അവർ നരോത്തമന്മാരും മഹാത്മാക്കളുമായി വിളങ്ങി. വില്ലാളി വീരന്മാരായ പാണ്ഡവന്മാരെ പറ്റി മാലോകർ പ്രശംസിക്കുന്നത് കേട്ട് ധൃതരാഷ്ട്രന് സന്തോഷമല്ല ഉണ്ടായത്, നേരെ മറിച്ച് വിഷാദമാണുണ്ടായത്. അദ്ദേഹത്തിന്റെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരുന്നു. തന്റെ പുത്രന്മാരെക്കാൾ കേമന്മാരായി പാണ്ഡവർ വളരുന്നത് കണ്ട് ധൃതരാഷ്ട്രന്റെ മനസ്സിൽ അസൂയ കയറി. രാവുകളൊക്കെ അദ്ദേഹത്തിന് ഉറക്കം വരാത്തതായി മാറി.